പുതിയ രീതിയിലൊരു ചിക്കൻ കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ലൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കണം. പിന്നെ ഇതുപോലെ തയ്യാറാക്കുള്ളൂ. ഇതിനകത്ത് കൂടുതലും കുരുമുളക് ചേർത്തിരിക്കുന്നു. മറ്റേ ചുമന്ന മുളക് കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഒരു ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചൂട് സമയത്ത് ചൂട് കയറത്തില്ല. ചീത്ത കൊളസ്ട്രോളൊക്കെ അടിച്ചു പോയിട്ട് നല്ല കൊളസ്ട്രോൾ ഉണ്ടാവാൻ ഇത് സഹായിക്കും. അപ്പോഴെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം. ഇപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്ത 1.5 കിലോ ചിക്കൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത്. അതുപോലെ 3 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 കപ്പ്, 1 സ്പൂൺ മുളക് പൊടി 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നന്നായി പുരട്ടി 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അരപ്പൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഇനി അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴും നമ്മൾ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഒരു ചട്ടിയിലിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാം. അപ്പോൾ ഈ വെള്ളം ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ വെന്ത് വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പുളി ഒഴിച്ചെടുക്കാം. പുളി പിഴിഞ്ഞതാണ്, നമ്മൾ വാളംപുളി പിഴിഞ്ഞതാണ്. അത് 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി അങ്ങോട്ട് ഇളക്കി ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. വീണ്ടും തീയരിച്ച് വേവിക്കാം ഒന്നുകൂടെ. ഇനിയിപ്പോൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തുറന്നിട്ടങ്ങ് വേവിച്ചാൽ മതി. കൂടെ ഇളക്കി കൊടുക്കണം, ചെവിട്ടി പിടിക്കാതെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലതുപോലെ വെന്ത് കുറുകിയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റാം. തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പം ഇതങ്ങോട്ട് മാറ്റി വയ്ക്കണം. മാറ്റിയതിന് ശേഷം ആ അടുപ്പിൽ തന്നെ വേറൊരു ചട്ടി വയ്ക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെളിച്ചെണ്ണയോളം ഒഴിക്കണം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് മുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് ഉള്ളി, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി എടുക്കണം, അല്ലെങ്കിൽ സവാള എടുത്താലും മതി. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ വഴറ്റി വെച്ച സവാള ഇതിലേക്ക് ചേർക്കണം, എണ്ണയോടുകൂടി. നമ്മൾ സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ ചേർക്കുകയാണെങ്കിൽ പുളി ചേർക്കേണ്ടതില്ല. പുളി ചേർക്കുന്നവർ സോയാ സോസ് ചേർക്കേണ്ടതില്ല. പുളി ചേർക്കാത്തവർ സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ ചേർക്കണം. നമ്മളിതിനകത്ത് ഒരു തുള്ളി എണ്ണ ഒഴിക്കാതെയാണ് വേവിച്ചത്. അതാണിപ്പോൾ ഉള്ളി വഴറ്റി കടുവറുത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഇളക്കിയെടുത്ത് നല്ലൊരു ചിക്കൻ കറിയാണ്, പെപ്പർ ചിക്കൻ. ഇനി വേണമെങ്കിൽ കുരുമുളക് തരിതരിപ്പായിട്ട് പൊടിച്ചത് വേണമെങ്കിൽ ഇതിൻ്റെ മേളിൽ വിതറാം. അല്ലാതെ മുളക് ചില്ലി ഫ്ലക്സ് വിതറാം. അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം.